അന്ധന്മാരെ പോലെ കുരുട്ട് കണ്ണുകളായിരിക്കുന്ന ദൈവസഭകളായിരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിച്ച ഒരു ദൈവസഭയെന്ന് പറയുന്നത് മണവാട്ടികളെ ഇൻഡിവിജ്വലായിട്ടാണ് കർത്താവ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. കാരണം ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിക്കണം, സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കണം, എല്ലാം ഓക്കെ. പക്ഷേ അവിടെ നിന്നു പോവുകയാണ്. ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് അവൻ്റെ ഹൃദയവുമായിട്ട് മനുഷ്യൻ കണക്റ്റ് ആവണമെന്നാണ്. നമ്മൾ നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പിലേക്കാണ്. പക്ഷെ അത് ആരും ചിന്തിക്കുന്നില്ല. എല്ലാവരും കൂട്ടത്തിൽ പോകാനും അവിടെ പ്രെയർ ഇവിടെ പ്രെയർ അങ്ങനെ പോയി അങ്ങനെ ആയിരിക്കണം. പക്ഷേ യഥാർത്ഥമായി പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് ഏത് സമയത്തും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനെന്നാണ്. നാം ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തകൾ ദൈവമക്കൾ എവിടെയെല്ലാം ആയിരിക്കുന്നോ അവരുടെ വായുകളെ തുറക്കുമ്പോൾ മർമ്മങ്ങളെ പ്രസ്താവിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ ഒരു അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കണം. അപ്പം നമുക്ക് നമ്മുടെ സഭയിലുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയല്ല കർത്താവ് പറഞ്ഞത്. എല്ലാവരും നിങ്ങൾ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ സഭയിൽ പോയിക്കോളൂ, എന്തും വായിക്കോളൂ. പക്ഷേ ദാസന്മാർ നിങ്ങളുടെ വിശ്വാസികളെ ദൈവത്തിന് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുക, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ അവരെ എൻകറേജ് ചെയ്യുക. ഇത് ചെയ്യാത്തിടത്തോളം കാലം ദൈവസഭ തകർന്നു പോവുകയാണ് ഭൂമിയിലേക്ക്. കാരണം പാതാളത്തിലേക്കാണ് അവർ പോകുന്നത്. ആ അനുഭവമാണ്. ദൈവമക്കളാണെങ്കിൽ അവർ ദൈവഇഷ്ടം ചെയ്തില്ലെങ്കിൽ പിതാവ് പറയും എനിക്കിവരെ അറിയില്ല, കാരണം ഇവരെൻ്റെ വേലയൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഇഷ്ടം ചെയ്തിട്ടില്ല. നമ്മളവരെ നശിപ്പിക്കുകയാണ്. ദൈവദാസന്മാർ ചെയ്യേണ്ടത് ദൈവസഭകളെ ഉണർത്തുക, സ്ത്രീകളും പുരുഷന്മാരും ക്രിസ്തുവിൽ ഒന്നാകുന്നതെന്ന് അവരെ പഠിപ്പിക്കുക. ഞാനിതൊരു ഇപ്പോൾ ഒരു സ്റ്റില്ലായിട്ടുള്ള ഒരു അവസ്ഥയിലിരുന്നുകൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് അയക്കുന്നത്. ഏത് സ്റ്റിലിൻ്റെ അവസ്ഥയിലാണെങ്കിലും കീപ് മൂവിങ്. അതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. നെവർ ഗീവ് അപ്പ്. ഗോഡ് ബ്ലെസ് യു.